أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. صدق الله العلي العظيم. ബഹുമാനമുള്ള സാദാത്തുക്കളെ, വന്യരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ വൈകുന്നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ അവന്റെ ആരിഫീങ്ങളായിട്ടുള്ള മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് നല്ല ഒരു മജ്‌ലിസിലിരിക്കാൻ നമുക്കെല്ലാം അല്ലാഹു അവസരം തന്നു. അൽഹംദുലില്ലാഹ്. ഈ മജ്‌ലിസിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഖൈറും അല്ലാഹു നമ്മൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. റബീഉൽ ആഖിർ മാസം സമാഗതമായതു മുതൽ ലോകത്തങ്ങോളം ഇങ്ങോളമുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ മഹാനായ ഗൗസുൽ ആദം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകളിൽ തുടങ്ങി ഒട്ടനവധി മഹാന്മാരായ ആളുകളെ, ഔലിയാക്കളും ആരിഫീങ്ങളുമായിട്ടുള്ള മഹാന്മാരെ കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ ലോകത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആദരവും അദബും നിലനിൽക്കുക എന്നതാണ് ലോകത്തിന്റെ നിലനിൽപ്പ്. അതപെടുക്കപ്പെട്ടു പോയ ഒരു സമൂഹം ഈ ലോകത്ത് ഏറ്റവും നഷ്ടം സംഭവിച്ചു പോയ ഒരു സമൂഹമാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും ബഹുമാനിക്കേണ്ട ഒരു വിഭാഗമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ഈ വിഷയത്തിൽ തന്നെയാണ് ഒരുപാട് തെറ്റിദ്ധാരണകളും മറ്റുമൊക്കെ ഉള്ളത്. ഈ വിഷയത്തിലാണ് ഔലിയാക്കളെ കുറിച്ച് പറയുന്ന ഭാഗം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 62 മുതൽ 64 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗവും ഉസ്താദുമാരാണ്. സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഔലിയാക്കളെ കുറിച്ച് പറയുന്ന ഈ ഒരു ആയത്തിന്റെ തുടക്കം തന്നെ ഒരു വേറിട്ട ശൈലിയിലാണ്. അലാ, പരിശുദ്ധ ഖുർആനിൽ വളരെ അപൂർവമായി കാണുന്ന ഒരു ശൈലി. അലാ, ആദ്യം തന്നെ പറയാണ്, ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ചെറുതല്ല. ലോകമേ ശ്രദ്ധിച്ചോളണം, അറിഞ്ഞോളണം എന്നൊക്കെയാണ് അലാ എന്ന തുടക്കം. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഇന്ന ഔലിയാ അല്ലാഹ്, നിശ്ചയം അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ആ വിശദീകരണത്തിന്റെ ശൈലി പെട്ടെന്ന് മാറുകയാണ്. തുടർന്ന് പറയേണ്ടത് ആരാണ് ഔലിയാക്കൾ എന്നാണ്. പക്ഷേ അത് പറയുന്നതിനേക്കാൾ പരിശുദ്ധ ഖുർആൻ അവിടെ പ്രയോഗിച്ചത് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. ആരാണ് ഔലിയാക്കൾ? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊരു ഭയവുമില്ല, അവർ ദുഃഖിക്കുന്നവരും അല്ല. അപ്പൊ ഔലിയാക്കളെ കുറിച്ച് മനസ്സിലാക്കിക്കൊള്ളണം എന്ന ഗൗരവമായ മുന്നറിയിപ്പോടുകൂടെ അവരുടെ ഏറ്റവും വിശേഷപ്പെട്ട 2 സ്വഭാവമാണ് ഇവിടെ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് പരിശുദ്ധ ഖുർആന്റെ ശൈലിയാണെങ്കിൽ, ഹദീസിലേക്ക് വന്നാൽ ഔലിയാക്കളെ കുറിച്ച് പറയുന്ന ഖുദ്സിയായ ഒരു ഹദീസ് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ഉദ്ധരിക്കാറുള്ളതാണ്. ഒരു വലിയന്റെ കൃത്യമായ മാർഗരേഖ, എങ്ങനെയാണ് ഒരാൾ വിലായത്തിലേക്ക് വരുന്നത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ വിശദീകരിക്കുന്ന പ്രസ്തുത ഹദീസിന്റെ തുടക്കം നോക്കൂ നിങ്ങൾ. ആരാണ് ഔലിയാക്കൾ എന്ന് അവരുടെ വഴി പറഞ്ഞു വരുന്നതിന് മുന്നേ ആ ഹദീസ് പറയുന്നത് ഇങ്ങനെയാണ്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അതൊരു വല്ലാത്ത മുന്നറിയിപ്പാണ്. ആരെങ്കിലും എന്റെ വലിയനോട് ശത്രുത വെച്ചാൽ, എന്റെ വലിയനെ കൊണ്ട് ആരെങ്കിലും ശത്രുത വെക്കുന്ന പക്ഷം അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നു, ഞാൻ അവനോട് ഹർബ് കൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ്.
ആരാണ് യുദ്ധം കൊണ്ട് മുന്നറിയിപ്പ് നൽകുന്ന? അല്ലാഹു പറയാണ്, ഞാൻ എന്റെ വലിയനോട് ശത്രുത വെക്കുന്നവനോട് യുദ്ധം കൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ്. എത്ര ഗൗരവമുള്ള ഒരു ശൈലിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല. യഥാർത്ഥത്തിൽ ആരാണ് വലിയ എന്ന് പറഞ്ഞാൽ ഒരു അനുസ്മരണം മാത്രം നടത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നില്ല. ആരാണ് യഥാർത്ഥത്തിൽ വലിയ? എവിടുന്നെങ്കിലും ഒരു പ്രത്യേക വേഷം കെട്ടി വന്ന ഒരാളാണോ? അതല്ലെങ്കിൽ പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണോ അത്? മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി തങ്ങൾ തന്റെ കിതാബിൽ ശിറബുൽ അഖായിദ് നമ്മൾക്ക് കാണാം. ആരാണ് വലിയ? അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹ്. അല്ലാഹുവിനെ മനസ്സിലാക്കുക. മനുഷ്യർ ഏറ്റവും പരിശ്രമം നടത്തേണ്ട ഒരു വിഷയം അതാണ്. ആരാണ് റബ്ബ്? അല്ലാഹു ആരാണ്? അൽ ആരിഫു ബില്ലാഹി തആല. പടച്ച റബ്ബിനെ കൃത്യമായി മനസ്സിലാക്കിയവർ. അല്ലാഹുവിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വസിഫാത്തിഹി, അവന്റെ സിഫത്തുകൾ, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ. ആരാണ് എന്റെ റബ്ബ് എന്നൊരു ധാരണയുള്ള മനുഷ്യൻ. അല്ലാഹുവിനെ ആരാധിച്ചത് കൊണ്ട് ആരാണ് അല്ലാഹു എന്ന് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി എത്ര കണ്ട് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയോ അത്രയും മനസ്സിലാക്കിയവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. എന്ന് മാത്രമല്ല, എങ്ങനെയാണ് അവർ അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചത്? അൽ മുവാദിബു അല ത്വാഅത്ത്. അല്ലാഹുവിന് കൊടുക്കേണ്ട വഴിപാടുകളെല്ലാം കൊടുത്തു. അവർ നിസ്കരിക്കാത്തവരല്ല, നോമ്പ് നോൽക്കാത്തവരല്ല. അവർ ഹറാമിനെ ഹലാലാക്കുന്നവരോ ഹലാലിനെ ഹറാമാക്കുന്നവരോ അല്ല. അല്ലാഹുവിനെ കൃത്യമായി അനുസരിച്ച് അൽ മുജ്തനിബു അനിൽ മആസി, തെറ്റുകളിൽ നിന്ന് 100% പരമാവധി വിട്ടുനിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി അൽ മുഅരിബു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാതി വശഹവാത്ത്, ആസ്വാദ്യകരമായ അതേപോലെ തന്നെ വൈകാരികമായ മനുഷ്യന്റെ വികാരം ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തികൾ, നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം പരമാവധി വിട്ടുനിന്നുകൊണ്ട് അല്ലാഹുവിനെ അനുസരിച്ച് അല്ലാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ച മഹാന്മാർ, അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ മഹാന്മാർ. ഇനി നമ്മൾക്ക് ഹദീസിലേക്ക് വന്നാൽ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഖുദ്സിയായ ഹദീസിൽ, അല്ലാഹു തആല പഠിപ്പിക്കുന്നു ആരാണ് ഔലിയാക്കൾ. ഞാൻ അവർക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തിട്ടല്ലാതെ ഒരാൾക്കും അല്ലാഹുവിലേക്ക് അടുക്കാൻ സാധ്യമല്ല. അപ്പൊ നിർബന്ധമായ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് സുന്നത്തായ കാര്യങ്ങളിൽ വലിയ സാഹസം കാണിച്ച് കഴിവിന്റെ പരമാവധി സുന്നത്തുകൾ എടുത്തുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ മഹാന്മാർ. ഇനി ആ ഔലിയാക്കളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആളുകൾ ആരാണ്? വിലായത്തിന്റെ പദവിയിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരാം. ആ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളവർ ആലിമീങ്ങളാണ്. ഇൽമിലൂടെ അല്ലാഹുവിനെ മനസ്സിലാക്കിയ മഹാന്മാർ. മഹാനായ ഗൗസുൽ ആദം തങ്ങളെ നമ്മളിവിടെ അനുസ്മരിക്കുന്നു. ആരാണ് ഗൗസുൽ ആദം തങ്ങൾ? 4 കിതാബയും മറ്റുള്ള സുഹൃഫയും നായനാരുളാലെ ഓതി ഉണർന്നോവർ, നവാൽ മൊഴിയുന്ന കുറിപ്പാനാണ് 400 ഹുക്കാമിൽ അവർ ചുറ്റും ഉള്ളോവർ. 40 വഴവ് പറഞ്ഞോവർ, നന്നായി 90 കാലം ഇരുന്നോവർ. ഗൗസുൽ ആദം തങ്ങളുടെ ഇൽമ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഇൽമാണ്. തന്റെ ഉസ്താദുമാരെ പോലും അത്ഭുതപ്പെടുത്തിയ ആളാണ് മഹാനായ ഗൗസുൽ ആദം. 4 കിതാബിൽ, ഖുർആനിൽ മാത്രമല്ല സബൂറിലും ഇൻജീലിലും തൗറാത്തിലും ഒക്കെ വിവരമുള്ള മഹാൻ. എന്ന് മാത്രമല്ല, മഹാനവർകൾ ഇന്നത്തെ പോലെ സംവിധാനങ്ങളില്ലാത്ത കാലം, അന്ന് മഹാനവർകൾ വഅദ് പറയുന്ന മജ്ലിസ് 40 കൊല്ലം ലോകം കറങ്ങി നടന്ന് വഅദ് പറഞ്ഞ മഹാനാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൗഹീദിന്റെ വെള്ളി വെളിച്ചം കൊടുത്ത മഹാനാണ്. ഔലിയാക്കളുടെ പ്രവർത്തനം, നമ്മളിപ്പോ കേരളത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്. പുത്തൻവാദികളായ ആളുകളൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ ഇസ്ലാമിന് അങ്ങനെ സംഭാവന ചെയ്തു, ഇങ്ങനെ സംഭാവന ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. ഇന്ത്യയുടെ ചരിത്രം പഠിച്ചാൽ ഡൽഹിയിൽ നിന്ന് അജ്മീരിലേക്ക് യാത്ര പോയ
മഹാനായ സുൽത്താനുൽ ഹിന്ദ് അശ്ശേഖ് മുഈനുദ്ദീൻ ചിശ്തി അൽ-അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒരൊറ്റ യാത്ര കൊണ്ട് പൃഥ്വിരാജിന്റെ അജ്മീരിലേക്ക് മഹാനവർകൾ യാത്ര പോയപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ ഒരൊറ്റ യാത്ര കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ചരിത്രം. ഇത് നമ്മളാരും പറയുന്ന ചരിത്രമല്ല. ഇന്ത്യയുടെ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെടുത്ത് ഖാജയുടെ ചരിത്രം നമ്മൾക്ക് കാണാൻ സാധിക്കും. ഔലിയാക്കൾ ഒന്ന് യാത്ര പോയാൽ അവിടെ ഇസ്ലാം വളരും. കോറോത്ത് അള്ളാഹുവിന്റെ മഹാന്മാരിൽപ്പെട്ട ഒരാൾ വന്ന് കിടക്കുന്നു. അതിന്റെ ഒരു പ്രൗഢിയും പാരമ്പര്യവും ഈ നാട്ടിന് അവകാശപ്പെട്ടതാണ്. അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഔലിയാക്കൾ വന്ന് തിരഞ്ഞെടുത്ത സ്ഥലം അതുപോലും വളരെ പ്രത്യേകമാണ്. ഔലിയാക്കൾ എവിടെയെങ്കിലും വന്നിട്ടല്ല അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവർ പ്രത്യേകമായി അല്ലാഹു തആല അവർക്ക് ബഹുമാനം കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നത് കാണാം. മുആദ് ബിൻ ജബൽ തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അല്ലാഹു തആല ഷാമിനെ വിളിച്ചിട്ട് പറയുന്നു, യാ ഷാമു അൻതി സഫ്വതി, ഷാം എന്ന് പറയുന്ന പ്രദേശമേ, നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടുകളിൽപ്പെട്ട ഒരു നാടാണ്. ഒരു നാടിനെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ ആ നാട്ടിൽ കുറെ മുതലാളിമാരെ കൊടുക്കുന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്, എന്റെ അടിമകളിൽപ്പെട്ട ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ നിന്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞേക്കും. ഇതൊരു നാടിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അള്ള ഇഷ്ടപ്പെട്ട നാട്ടിലാണ് ഔലിയാക്കന്മാർ വന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നതും അവർ വന്നിട്ട് താമസിക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. ഏതോ ആവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ആദരിച്ച വിഭാഗം, ആ കൂട്ടത്തിൽ ഇൽമുള്ള മഹാന്മാർ. ഗൗസുൽ ആദമിന്റെ ഇൽമിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മഹാനവർകൾ വഅദ് പറയുന്ന മജ്ലിസിൽ 400 അവർ ചുറ്റും ഉള്ളവർ. 400 മഷിക്കുപ്പി മഹാനവർകളുടെ മജ്ലിസിൽ സ്ഥിരമായിട്ട് വെക്കുമായിരുന്നു. ആ മഷിക്കുപ്പിയുടെ ചുറ്റിലും ആലിമീങ്ങൾ, സാധാരണക്കാരല്ല, ആ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങൾ വന്നിരുന്നിട്ട് അവർ ഇൽമു കുറിച്ചു കൊണ്ടുപോകുമായിരുന്നു മഹാനായ തങ്ങളുടെ. അപ്പൊ ഇൽമുള്ളതോടുകൂടെ ഔലിയാക്കളുടെ നേതാവായി മാറിയ മഹാൻ, അത്തരത്തിൽ വലിയ ബഹുമതിയുള്ള മഹാനാണ് റസൂലുള്ളാഹി. ഇനി ഒരു ആലിമ്, യഥാർത്ഥത്തിൽ ഉഖ്റവിയായ ആലിമ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ലോകത്ത് അല്ലാഹു അവർക്ക് കൊടുത്ത ബഹുമാനം ചെറുതല്ല, വളരെ വലുതാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ ദഅവത്തിന്റെ കാലത്തെക്കുറിച്ച് നമ്മളൊക്കെ ഏറെ പഠിച്ചവരാണ്. ആരാണ് ഉഖ്റവിയായ ആലിമീങ്ങൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ ആലിമീങ്ങൾക്കുള്ള മഹത്വം പറയുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഒരു സ്ഥലം നോക്കൂ നിങ്ങൾ. ഈ ലോകത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് അല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ്. അതിലും വലിയൊരു പരമാർത്ഥം വേറെയില്ല. നബിയെ, അല്ലാഹുവിന്റെ ഏകത്വം, അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ആ തൗഹീദ് സ്ഥിരപ്പെടുത്താൻ വേണ്ടി അല്ലാഹു തആല ചില സാക്ഷികളെ കൊണ്ടുവരുന്നു. അല്ലാഹുവിന്റെ ഏകത്വത്തെ സാക്ഷ്യപ്പെടുത്താൻ അല്ലാഹു തെരഞ്ഞെടുത്ത സാക്ഷികളാരാണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ. അല്ലാഹു തആല സാക്ഷ്യം വഹിക്കുന്നു. ഒന്ന് അല്ലാഹു തന്നെയാണ് സാക്ഷ്യം. അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹു, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാത്ത മറ്റാരുമില്ല. പിന്നെ ആരാണ് അതിന് സാക്ഷി? വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. വഉലുൽ ഇൽമി, ഇൽമുള്ള മഹാന്മാർ, അല്ലാഹുവിന്റെ തൗഹീദിന് സാക്ഷികളാവേണ്ടവർ ഇൽമുള്ള മഹാന്മാർ. തൗഹീദിന് സാക്ഷിയാവാൻ അല്ലാഹു തെരഞ്ഞെടുത്ത ആളുകളാണ്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അല്ലാഹുവിന്റെ ഏകത്വത്തിന് അല്ലാഹു തന്നെയാണ് ഒന്നാമത്തെ സാക്ഷി. രണ്ടാമത്തെ സാക്ഷി വൽ മലായിക, മലക്കുകളാണ്. മൂന്ന് റൗലുൽ ഇൽം, വിവരമുള്ള മഹാന്മാരായ ആലിമീങ്ങളാണ്. മഹാന്മാരായ ആലിമീങ്ങൾ. അപ്പൊ അല്ലാഹു തെരഞ്ഞെടുത്തത് എനിക്ക് സാക്ഷി പറയാൻ ഇന്ന ആളുകളാണ്. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹു കഴിഞ്ഞാൽ ലോകത്ത് പിന്നെ ഏറ്റവും മഹത്വമുള്ളത്
ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ റിസാലത്തിനും അള്ളാഹു സാക്ഷികളെ കൊണ്ടുവരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്നതിന് ലോകത്താരാ സാക്ഷി? ആലിമീങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിന്റെ 43-ാമത്തെ ആയത്ത്, വയഖൂലുൽ ലദീന കഫറൂ ലസ്ത മുർസലാ ഖുൽ കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വബൈനകും വമൻ ഇൻദഹു ഇൽമുൽ കിതാബ്. വയഖൂലുൽ ലദീന കഫറൂ, കുഫർ തലക്ക് പിടിച്ച ആളുകൾ പറയുന്നുണ്ട്, ലസ്ത മുർസലാ, തങ്ങൾക്ക് റിസാലത്തില്ല എന്ന് പറയുന്നുണ്ട്, തങ്ങൾ മുർസലല്ല, തങ്ങൾ റസൂലല്ല എന്ന് പറയുന്നുണ്ട് നബിയെ. എന്നാൽ തങ്ങൾ അവരോട് പറയണം, കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വബൈനകും, നിങ്ങൾക്കും എനിക്കുമിടയിലുള്ള സാക്ഷി അല്ലാഹുവാണ്. എന്റെ റിസാലത്തിന് സാക്ഷി ഒന്ന് അല്ലാഹുവാണ്. പിന്നെയോ ഇൽമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, അവരാണ് സാക്ഷി എന്റെ റിസാലത്തിനെന്ന്. അങ്ങയുടെ റിസാലത്തിന് സാക്ഷി ആലിമീങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ആലിമീങ്ങൾ അവർ ചില്ലറക്കാരല്ല. മഹാനായ ഗൗസുൽ ആസം തങ്ങളുടെ ജീവിതം നമ്മളെടുത്തൊന്ന് പരിശോധിച്ചു നോക്കിയാൽ മഹാനവർകളുടെ സൂക്ഷ്മതയും മറ്റുമൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അത്ര വലിയ സൂക്ഷ്മതയാണ് മഹാനവർകൾ. നേരത്തെ ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ ഖഫ്താസാനി തങ്ങൾ പറഞ്ഞല്ലോ, കഴിവിന്റെ പരമാവധി അവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയവരാണ്. അല്ലാഹുവിനെ അനുസരിക്കാൻ കഴിയുന്നതിന്റെ മാക്സിമം എന്നല്ല, പരമാവധി അവർ അല്ലാഹുവിനെ അനുസരിച്ചവരാണ്. എന്ന് മാത്രമല്ല, സുന്നത്തുകളിൽ അവർ വല്ലാതെ കണിശത പുലർത്തിയവരാണ്. മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ റളിയല്ലാഹു അൻഹു ഒരിക്കലും ശരീരത്തിൽ അശുദ്ധി എപ്പ വന്നാലും എപ്പോഴും അതിൽ നിന്ന് ശുദ്ധിയായി ദാഇമൽ വുദൂആയി നടന്ന മഹാനായിരുന്നു. ഇപ്പോഴും ഒരുപാട് ആളുകൾ ഉണ്ടാവാം, ഞാൻ ഒരാളെ ഒരു മഹാനെ പരാമർശിച്ചു എന്ന് മാത്രം. മഹാനായ ഗൗസുൽ ആസം തങ്ങൾ, മഹാനവർകളുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ ഇതുപോലെ തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കും. മഹാനവർകൾ എന്നും നിത്യവും ദാഇമൽ വുദൂആയി ചെറുതും വലുതുമായ സർവ്വ അശുദ്ധികളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മഹാനായിരുന്നു മഹാനവർകൾ. ആ മഹാനുഭാവൻ മുജാഹദയിൽ കഴിയുന്ന കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർകളെ പരീക്ഷിച്ചത് മാലയിൽ നമ്മൾ കാണാം. 40 വട്ടം ജനാപത്തുണ്ടായോവർ, 40 വട്ടം കുടിച്ചോവർ. ഈ വരി ഞാൻ പ്രത്യേകമൊന്ന് തിരഞ്ഞെടുത്തത് ഇതിനെ വല്ലാതെ പരിഹസിക്കാറുണ്ട് പല ആളുകളും. 40 വട്ടം ഒരു മനുഷ്യന് ജനാപത്തുണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ ആരായിരിക്കും? ഒരൊറ്റ രാത്രി ഒരു മനുഷ്യന് 40 വട്ടം ജനാപത്തുണ്ടാകുമോ? അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചിട്ട് ചില ആളുകൾ പരിഹസിക്കാറുണ്ട്. സത്യത്തിൽ എന്താണ് അതിന്റെ വസ്തുത? മഹാനവർകൾ മുജാഹദയിൽ കഴിയുന്ന കാലം, അഥവാ അല്ലാഹുവിലേക്ക് വല്ലാതെ അടുക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭമാണ് അവരുടെ മുജാഹദയുടെ കാലം എന്ന് പറയുന്നത്. ഔലിയാക്കളുടെ കുറെ കാലങ്ങളുണ്ട്. ചില ആളുകൾ മജ്ദൂബുകളായി മാറാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹുവിൽ അടങ്ങാത്ത അനുരാഗം കടന്നു വരുന്ന ചില സന്ദർഭങ്ങൾ. ആ സന്ദർഭങ്ങളിൽ അല്ലാഹു അല്ലാത്ത മറ്റൊന്നും അവരുടെ മനസ്സിലില്ല. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ അവർ അവരെ തന്നെ മറന്നു പോകാറുണ്ട്. അങ്ങനത്തെ ചില സന്ദർഭങ്ങളിലാണ് മഹാനായ സി.എം. വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദഹു മഹാനവർകളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് അത്തരത്തിലുള്ള ചില സന്ദർഭങ്ങൾ കാണാം. അതിനെ നമ്മൾ കളിയാക്കാൻ പാടില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു സന്ദർഭമാണ് അവരുടെ മുജാഹദയുടെ കാലമെന്ന് പറയുന്നത്. ആ കാലത്തിൽ കഴിയുമ്പോഴാണ് മഹാനായ ഗൗസുൽ ആസം തങ്ങൾക്ക് ഒരു രാത്രി 40 വട്ടം വലിയ ശുദ്ധി ഉണ്ടായി. മഹാനവർകൾ ഓരോ തവണയും കുളിച്ചു, ഓരോ തവണ കുളിച്ചു, ശരീരം ക്ഷീണിച്ചു, ക്ഷീണം വന്നു ഉറങ്ങിപ്പോവാൻ ആ ഉറക്കിൽ വീണ്ടും അശുദ്ധി ഉണ്ടാവുകയാണ്. കുളിച്ചു കഴിയുമ്പോഴേക്ക് തളർന്നു പോകുന്നു, വീണ്ടും കണ്ണിയുമിപ്പോകുന്നു, വീണ്ടും സ്വപ്നസ്ഖലനമുണ്ടാകുന്നു. മഹാനവർകൾ 40 തവണയും കുളിച്ചു.
അപ്പോഴേക്ക് മഹാനവർകൾ ബോധരഹിതനായി വീണുപോയി. എന്റെ ശരീരം ഒരു സെക്കൻഡ് പോലും അശുദ്ധിയിൽ കഴിയരുത് എന്നവർ ചിന്തിച്ചു. നേരം വെളുത്തിട്ട് നമ്മളൊക്കെ വലിയ ശുദ്ധി ഉണ്ടാകുന്ന ആളുകളാണ്. ഓരോരുത്തർക്കും ആലോചിച്ചാൽ അറിയാം നമ്മുടെ അവസ്ഥ എന്താണ് എന്ന്. മഹാനവർകൾ ഒരൊറ്റ രാത്രി 40 തവണ കുളിച്ചു. ഇനി അങ്ങനെ സംഭവിക്കുമോ എന്ന് മാത്രം ഞാനൊന്ന് വിശദീകരിക്കാം. ഒരു മനുഷ്യന് 40 തവണയൊക്കെ വലിയ ശുദ്ധി ഉണ്ടാകുമോ? നോക്കൂ നിങ്ങൾ, സഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ നിക്കാഹ് ബാബു ഖൗലിർ റജുലി ല അതൂഫന്നൽ ലൈല. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ തന്റെ സഹീഹിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നു. എന്താ സംഭവം? നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. പിന്നെ അതിൽ തർക്കമില്ലല്ലോ, ഇമാം ബുഖാരിയാണ് ഉദ്ധരിക്കുന്നത്. ഇനി ആരാണ്? ഖാല സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബിയുടെ മകനായ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ പറഞ്ഞു, ലഅതൂഫന്നൽ ലൈലത അലാ 70 ഇംറഅതൻ. ഇന്ന് രാത്രി ഞാൻ എന്റെ 70 ഭാര്യമാരുടെ അടുത്തും പോകും. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഒരു റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് 70 ഭാര്യമാരുണ്ടായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ 100 ഭാര്യമാരുണ്ടായിരുന്നു. മഹാനവർകൾ പറയും, ഇന്ന് രാത്രി ഞാൻ എന്റെ 70 ഭാര്യമാരുടെ അടുത്തും ഞാൻ പോകും. വെറുതെ പോയിട്ട് കട്ടൻ ചായ കുടിച്ച് വരും എന്നല്ല, എല്ലാ ഭാര്യമാരുടെ അടുത്തും ഞാൻ പോകും. എല്ലാവരും ഗർഭിണികളാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഈ 100 ഭാര്യമാരുമായിട്ട് ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമെന്നാണ്. അപ്പൊ ഞാൻ എല്ലാവരുമായും ബന്ധപ്പെടും, എല്ലാവരും ഗർഭിണികളാവും, അവർ പ്രസവിക്കും. അവരെല്ലാവരും പ്രസവിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന നല്ല കുതിരപ്പടയാളികളെ. വെറും ഇങ്ങനത്തെ കുട്ടികളായിരിക്കില്ല, നല്ല ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള 70 മക്കൾ എന്റെ 70 ഭാര്യമാരിലും ഇന്നുണ്ടാകും എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു. ഫഖാല ലഹു സാഹിബുഹു. അത് കേട്ട അടുത്തുള്ള ആള്, ഹദീസ് ഉദ്ധരിക്കുന്ന മഹാന്മാർ വിശദീകരിക്കുന്ന ഇബ്നു ഹജർ തങ്ങളെപ്പോലുള്ളവർ പറയുന്നു, അതൊന്നുകിൽ മലക്കുകളാവാം. ഇത് കേൾക്കുന്നത് ഒന്നുകിൽ മലക്കുകളാവാം, അല്ലെങ്കിൽ മറ്റാരോ ആവാം. ഏതായിരുന്നാലും കേട്ടാൾ പറഞ്ഞു ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. ഫലം യഖുൽ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. കേട്ട ആള് പറഞ്ഞു ഇൻഷാ അല്ലാഹ്, അങ്ങനെ സാധിക്കട്ടെ എന്ന് പറഞ്ഞു. മഹാനവർകൾ പറഞ്ഞില്ല. വലം തഹ്മിൽ ശൈഅൻ ഇല്ലാ വാഹിദാ. മഹാനവർകൾ പോയി 70 ഭാര്യമാരുടെ അടുത്തും പോയി. പക്ഷെ 70 ആളും ഗർഭിണികളായില്ല. ഒരാൾ മാത്രമേ ഗർഭിണിയായുള്ളൂ. ആ കുട്ടി തന്നെ ഒരു വൈകല്യമുള്ള കുട്ടിയായിരുന്നു. ഇത് വിശദീകരിച്ചതിന് ശേഷം നമ്മുടെ ഹബീബ് പറഞ്ഞു, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞിരുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ലജാഹദൂ ഫീ സബീലില്ലാഹ്. 70 കുട്ടികൾ ഉണ്ടാകുമായിരുന്നു. അവർ ഉറപ്പായിട്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഈ സംഭവം വെച്ചുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു മനുഷ്യന് അല്ലാഹു തെരഞ്ഞെടുത്ത മഹാന്മാർ, അവർക്ക് അല്ലാഹു അത്തരത്തിലുള്ള കഴിവുകൾ കൊടുക്കുമെന്നും. ഒരു ദിവസം സുലൈമാൻ നബിക്ക് 70 ജനാബത്താ ഉണ്ടായത്. അപ്പൊ ഗൗസുൽ ആദം തങ്ങൾ 40 വട്ടം കുളിച്ചു എന്നതിനെ പരിഹസിക്കുന്നവർ ഹദീസിനെ കുറിച്ച് വിവരമില്ലാത്തവരാണ്, ദീനിനെ കുറിച്ച് മനസ്സിലാക്കാത്തവരാണ്. അങ്ങാടിയിൽ മൈക്ക് കിട്ടിയാൽ എന്തും വിളിച്ചു പറഞ്ഞ് മഹാന്മാരുടെ മേലെ കുതിര കയറുമ്പോൾ സാധാരണക്കാരായ ആൾക്ക് തോന്നരുത് ഇപ്പറയുന്നതിലും കുറച്ച് കഥയുണ്ട് എന്ന് തോന്നരുത്. അള്ളാഹുവിന്റെ മഹാന്മാരുടെ നില അളക്കാനുള്ള മാനദണ്ഡം അളവുകോൽ നമ്മുടെ കയ്യിലില്ല. അവർ വലിയ മഹാന്മാരാണ്. അപ്പൊ ഗൗസുൽ ആദം തങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കാണാം. ഇനിയോ ഔലിയായിന്റെ കറാമത്തല്ല പ്രധാനം. നമ്മൾ സാധാരണഗതിയിൽ ഔലിയാക്കളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ കറാമത്തുകൾ ഇങ്ങനെ പറയാറുണ്ട്. കറാമത്ത് വളരെ വലുതാണ്. എന്നാൽ കറാമത്തിനേക്കാളും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിതമാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം, മഹാനവർകളുടെ ജീവിതം നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ആളുകൾ പഠിക്കണം. ഇസ്ലാമിന് വലിയ വെല്ലുവിളിയുള്ള കാലം, ആ കാലത്താണ് മഹാനവർകൾ ജീവിച്ചത്. ഒരു ഭാഗത്ത് പ്രവാചകത്വം വാദിച്ചുകൊണ്ട് മീർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി ഒരു ഭാഗത്ത് വരുന്നു. വേറൊരു ഭാഗത്ത് ശരീഅത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വരുന്നു.
വേറൊരു ഭാഗത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പല പേരുകളിലും പല സംഘടനകളിലുമായിട്ട് വേദി കെട്ടിയിട്ട് അവർ പറയുന്നത് കേട്ടാൽ തൗഹീദാണ്. അവരെവിടെ വേദി കിട്ടിയാലും പറയുന്നത് തൗഹീദാണ്. എന്താ കാര്യം? അത് കേൾക്കുമ്പോൾ ഏതൊരുത്തരും മനസ്സിലാവും, ഏതൊരാളും ചിന്തിക്കും, ഇത് പറയുന്നത് വളരെ ഗൗരവമാണ്. സത്യത്തിൽ തൗഹീദും അവരും തമ്മിൽ ഒരു ബന്ധവുമില്ല. അവരുടെ ഉള്ളിലുള്ള അജണ്ടകൾ വേറെയാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് അവിടുത്തെ അനാദരവ് പറഞ്ഞ ആളുകളുടെ പിന്മുറക്കാരാണ് സർവ്വ പിഴച്ച പുത്തൻവാദികൾ. മറിച്ച് അവർ പറഞ്ഞു വരുന്നത് എന്താണ്? അവർ മുഖമോ അവരുടെ മുന്നിൽ വിളിച്ചു പറയുന്ന തൗഹീദ്, അതിന്റെ ഉള്ളിലൊക്കെ ചതികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. ആ കാലഘട്ടത്തിലാണ് മഹാനായ ശൈഖുന ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചാൽ അവരിൽ പൊതുസമൂഹത്തിനിടയിൽ ഇംഗ്ലീഷ് ഭാഷയിലോ മറ്റുള്ള ഭാഷകളിലോ അവഗാഹമുള്ളവർ വളരെ കുറവ്, ഭൗതിക സാഹചര്യങ്ങൾ വളരെ കുറവ്. ആ കാലഘട്ടത്തിൽ മഹാനായ ശൈഖുന നടത്തിയിട്ടുള്ള ചില നീക്കങ്ങൾ അത്ഭുതമാണ്. ഇന്നിപ്പോ ഞാൻ കഴിഞ്ഞ നമ്മുടെ സഅദ കോളേജിന്റെ ഉദ്ഘാടന സദസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, ഇന്നിപ്പോ നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ക്രിസ്തുമത വിഭാഗത്തിലെ ചില പുരോഹിതന്മാർ, ക്രിസ്തുമതവും ഇസ്ലാം മതവും ഒക്കെ ഇന്ത്യയിൽ വളരെ സ്നേഹത്തോട് നിൽക്കേണ്ടതാണ്. അത് മനസ്സിലാക്കാത്ത ബുദ്ധിശൂന്യരായ ചില പാതിരിമാർ അവർ പറഞ്ഞു, ഇസ്ലാമിലേക്ക് ആളുകളെ ചേർക്കാൻ വേണ്ടിയിട്ട് മുസ്ലിമീങ്ങൾ നടത്തുന്ന രണ്ട് ജിഹാദ്, ഒന്ന് ലവ് ജിഹാദാണ്. ആ പദം തന്നെ തെറ്റാണ്. കാരണം ഇസ്ലാമിൽ ജിഹാദ് നടത്തിയിട്ട് ആളെ ചേർക്കേണ്ട ഒരു സാധ്യതയുമില്ല എന്ന് മാത്രമല്ല, മറ്റുള്ള രീതിയിൽ തന്നെ നിക്കാഹിന് മുമ്പുള്ള പ്രണയത്തെ ഇസ്ലാം അംഗീകരിക്കുന്നുമില്ല. ഹദീസ് കിതാബായ കിതാബുകളിലൊക്കെയും മഹാന്മാരായ ഇമാമികൾ തുടക്കത്തിൽ ചേർക്കുന്ന ഒരു ഹദീസാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നിശ്ചയം കർമ്മങ്ങൾ നിയ്യത്തുകൾക്കനുസരിച്ചായിരിക്കും കർമ്മങ്ങൾ. എന്നിട്ട് അവിടെ പ്രത്യേകമായിട്ട് തന്നെ പറയുന്നു, ഫമൻ കാന ഹിജ്റത്തുഹു ഇലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ അന്വേഷിച്ചാണ് യാത്ര പോകുന്നതെങ്കിൽ ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അവന്റെ യാത്ര അല്ലാഹുവിലേക്കും റസൂലിലേക്കുമായിരിക്കും. ഇനിയോ ഫമൻ കാനത് ഹിജ്റത്തുഹു ഇലദ്ദുനിയാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ, അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. ഒരുത്തൻ യാത്ര പോകുന്നത് ഒരു പെണ്ണ് കെട്ടാൻ, ഒരു പെൺകുട്ടിയെ വളർത്താൻ വേണ്ടിയാണ് ഒരുത്തൻ പോകുന്നത്, അല്ലെങ്കിൽ ദുന്യാവ് നേടിയിട്ടാണ് പോകുന്നത്. അവന്റെ യാത്ര ദുന്യാവിലേക്ക് മാത്രമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനത്തെ ഒരു ജിഹാദിന്റെ സാധ്യത തന്നെ ഈ ഹദീസ് തള്ളിക്കളയുന്നു. എന്നാ പിന്നെ നാർക്കോട്ടിക് ജിഹാദാണ്. ലഹരി എന്ന് പറയുന്ന സാധനത്തോട് 100% നിരോധനം ഏർപ്പെടുത്തിയ ലോകത്തെ ഒരേ ഒരു മതം പരിശുദ്ധ ഇസ്ലാമാണ്. ക്രിസ്തീയ പുരോഹിതന്മാർക്ക് നമ്മൾക്ക് വെല്ലുവിളിക്കാൻ സാധിക്കും. അവരെ വീഞ്ഞില്ലാത്ത ആത്മീയ സദസ്സ് ക്രിസ്ത്യാനികൾക്കുണ്ടോ? അവർക്ക് ലഹരിയെക്കുറിച്ച് പറയാൻ എന്താണ് അധികാരം? ഒരധികാരവും അവർക്കില്ല. ഹിന്ദുമത വിഭാഗങ്ങൾക്കുണ്ടോ? അവരുടെ തെയ്യങ്ങളിലും അവരുടെ ഉത്സവങ്ങളിലൊക്കെ നമ്മൾ ആ മതത്തെ കുറ്റപ്പെടുത്തുകയല്ല. അവർ ലഹരി ഉപയോഗിക്കുന്നവരും ലഹരി അനുവദിക്കുന്നവരുമാണ്. എന്നാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് ചില ആളുകൾ ചോദിച്ചു, ലഹരിയിൽ മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു. കർമ്മശാസ്ത്രപരമായി അവിടെ വിശദീകരണം ആവശ്യമുണ്ട്. അവിടെ നിന്ന് പറഞ്ഞത് അത് വിഷമാണ് എന്നല്ലേ അവിടെ നിന്ന് പറഞ്ഞത്? അത് സർവ്വത്തിന്മകളുടെയും മാതാവാണെന്നാണ് പറഞ്ഞത്. ഏതോ ആവട്ടെ, അങ്ങനെ ഹറാമിലൂടെ ഏതെങ്കിലും ഒരാളെ ഇസ്ലാമിലേക്ക് ചേർക്കേണ്ട ഒരു ഗതികേട് ഇസ്ലാമിനില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ തീർത്തും പൊള്ളയാണ്. ഇനി മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മിഷണറി പ്രവർത്തനത്തിലൂടെ ആളുകളെ മതം മാറ്റിയത് ഏറ്റവും കൂടുതൽ ആരാണ്? ക്രിസ്ത്യാനികളാണ്. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, നമ്മുടെ ചെറിയ കാലത്ത് ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന കാലത്ത് നമ്മുടെ അടുത്തുള്ള പള്ളികളിൽ ക്രിസ്ത്യൻ ചർച്ചുകളിൽ വെച്ചുകൊണ്ട് ഗോതമ്പിന്റെ പൊടിയും ചോളപ്പൊടിയും വെളിച്ചെണ്ണയും ഒക്കെ വിതരണം ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലുള്ള പല ഉമ്മമാരും ഞായറാഴ്ച അവിടെ കുർബാന നടക്കുമ്പോൾ അവിടെ ചെല്ലണം, എന്നാലേ അത് കിട്ടൂ. എന്നാലും വേണ്ടില്ല, പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് അത് പോയി വാങ്ങിക്കൊണ്ടുവന്ന വയനാട്ടിലെ ഒരുപാട് ഉമ്മമാരുണ്ട്. അങ്ങനെ അവർ മതത്തിലേക്ക് കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ ഒരു പരിപാടിയായിരുന്നു മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഫാദർ അലവിയുടെ നേതൃത്വത്തിൽ മർക്കസുൽ ബിഷാറയുണ്ടാക്കി. ഫാദർ അലവി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കിതാബ് ഓതി പഠിച്ച ഒരു മനുഷ്യനായിരുന്നു, ഒരു മുസ്ലിയാരായിരുന്നു. അവൻ ദുനിയാവിന് വേണ്ടിയിട്ട് ക്രിസ്തുമതത്തിലേക്ക് ചേക്കേറി.
അവനും ചില പുരോഹിതന്മാരും ഉണ്ടാക്കിയ സ്ഥാപനമാണ് മർക്കസുൽ ബിശാറ. പേര് കേൾക്കുമ്പോൾ ഏതൊരാൾക്കും തോന്നും അതേതോ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനമാണെന്ന് തോന്നും, ഇസ്ലാമിന്റെ സ്ഥാപനമാണെന്ന് തോന്നും മർക്കസുൽ ബിശാറ. ആ മർക്കസുൽ ബിശാറയിൽ നിന്ന് ലഘുലേഖകൾ അടിച്ചും ബൈബിള് വെറുതെ വിതരണം ചെയ്തും ഒരുപാട് പുസ്തകങ്ങൾ വീട്ടിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അവർ വലിയ ഓഫറുകൾ കൊടുത്തു. വീടില്ലാത്തവർക്ക് വീട്, പറമ്പില്ലാത്തവർക്ക് പറമ്പ്. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം 70-ൽ പരം കുടുംബങ്ങൾ ക്രിസ്തുമതത്തിലേക്ക് ചേക്കേറി. എന്തായിരിക്കും ഒരവസ്ഥ? 70-ൽ പരം കുടുംബങ്ങൾ ക്രിസ്ത്യാനികളായി. അവരോട് നമ്മൾ എന്ത് ജിഹാദാണ് നടത്തിയത്? അന്ന് സമസ്ത നടത്തിയ ജിഹാദല്ല, ഇരുട്ടിന്റെ മറവിലല്ല, വേദി കെട്ടി. ആര് പ്രസംഗിക്കും? അവർ ഇംഗ്ലീഷ് അറിയുന്നവരാണ്, അവർക്ക് സുറിയാനി അറിയാം, അവർക്ക് ബൈബിളിന്റെ പുതിയ നിയമവും പഴയ നിയമവും ഒക്കെ അറിയാം, അവർക്ക് തോറയെ കുറിച്ചറിയാം. ഈ ഫതുൽ മൊയ്നും അതുപോലെ ജലാലിനും ഒക്കെ ഓതിയ ഉസ്താദ് പോയിട്ട് എങ്ങനെ സുറിയാനി പറയും? ആര് സംസാരിക്കുമെന്ന ചോദ്യത്തിന് അന്നത്തെ ആലിമീങ്ങൾ ഐക്യകണ്ഠേന അഭിപ്രായം പറഞ്ഞു. ശൈഖുനാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, മഹാനവർകൾ വരട്ടെ. മഹാനവർകൾ വന്നു എന്ന് മാത്രമല്ല, വത്തിക്കാനിലെ പോപ്പിന്റെ അരമനയിൽ വരെ വെള്ളിമാട് കുന്നിലെ അബൂബക്കർ മുസ്ലിയാരുടെ ചോദ്യങ്ങൾ ചെന്നു. ഇന്നും അതിന് മറുപടിയില്ലല്ലോ. ആ മറുപടി ഇല്ലാത്തതിന്റെ പേരിലാണ് ഫാദർ ജോൺ മുണ്ടക്കൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഫാദറാണ്, അദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് വേദികളിൽ സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അദ്ദേഹം ജീവിതകാലം മുഴുവനും ശംസുൽ ഉലമയുടെ മുരീദായിട്ട് ഇങ്ങനെ ഇസ്ലാം പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ആ ഫാദർ മുണ്ടക്കൻ പറയുന്നു, അദ്ദേഹത്തിന്റെ മനസ്സിലൊരു സംശയം വന്നു, എന്താണ് നമ്മുടെ അച്ഛന്മാർ ഇതിന് മറുപടി പറയാത്തത്? അദ്ദേഹം ലോകത്തങ്ങോളം ഇങ്ങോളം അതിനുവേണ്ടി കത്തയച്ചു, പലരുമായിട്ടും നേരിട്ട് ചോദിച്ചു. ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ചോദ്യത്തിന് എന്തേ മറുപടിയില്ലാത്തത്? വത്തിക്കാനിൽ നിന്ന് കിട്ടിയ മറുപടി, അതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ മൗനം അവലംബിക്ക്, മിണ്ടാതിരിക്കലാണ് നല്ലത്. അപ്പോഴാണ് അയാൾക്ക് തോന്നിയത് ഇതിലെന്തോ ഒരു കഥയുണ്ട്. മഹാനായ ശംസുൽ ഉലമയുടെ അടുത്ത് പോയിട്ട് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു ജോൺ മുണ്ടക്കൻ. അദ്ദേഹം ഇബ്രാഹിം മുണ്ടക്കനായി ജീവിച്ചു, ഈ അടുത്ത് മരണപ്പെട്ടുപോയി. അള്ളാഹു അവിടുത്തെ ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കട്ടെ. അപ്പൊ അന്ന് മഹാനായ ശംസുൽ ഉലമ നടത്തിയ മുന്നേറ്റം റഹീം മേച്ചേരി ചന്ദ്രികയിൽ വിശദീകരിച്ചുകൊണ്ട് എഴുതി. ശംസുൽ ഉലമ വഫാത്തായപ്പോ അന്ന് ശൈഖുനാ പ്രസംഗം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന മലപ്പുറമായിരുന്നില്ല ഉണ്ടാവുക. പരിശുദ്ധ ഇസ്ലാമിനെ അടിയുറച്ചു നിർത്തുന്നതിൽ അന്ന് മഹാനവർകൾ കാണിച്ച ധൈര്യം, അതാ ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഏകത്വം സാക്ഷ്യപ്പെടുത്തുന്നതാരാണ്? ശഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വഉലുൽ ഇൽമുള്ള മഹാന്മാർ തൗഹീദിന്റെ സാക്ഷികളായവർ മാറി. അങ്ങനെ ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, ഇനി അവരുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുള്ള കറാമത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ വളരെ വളരെ നമ്മൾക്ക് പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കറാമത്ത് പറയുന്നതിനേക്കാൾ ഉപരി അവരുടെ ജീവിതമാണ് നമ്മൾ പഠിക്കേണ്ടത്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഉദ്ദേശ രീതിയിൽ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സാധിക്കുക. മഹാനായ ശൈഖുനയുടെ വിയോഗം തന്നെ അതിന് തെളിവാണ്. ഉദ്ദേശ രീതിയിൽ വഫാത്താവുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഏത് ഭൂമിയിൽ മരിക്കുമെന്ന് ഒരു നഫ്സിനും അറിയില്ല, നാളെ എന്ത് ചെയ്യുമെന്നറിയില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹു കൊടുത്ത ബഹുമാനം വളരെ വലുതാണ്. ബീവി നഫീസത്തുൽ മിസ്ലിയ റളിയല്ലാഹു അൻഹ, ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ബീവി നഫീസ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ സമയം അന്ന് മഹദി അവർക്ക് നോമ്പാണ്. ഡോക്ടർമാരെ കൂട്ടിക്കൊണ്ടുവന്നു, നാട്ടുവൈദ്യന്മാരെ കൂട്ടിക്കൊണ്ടുവന്നു. മരുന്ന് കൊടുത്താൽ രോഗം ഭേദമാകുമെന്ന് പറഞ്ഞു. പക്ഷെ മഹദിക്കറിയാം ഇത് സാധാരണ രോഗമല്ലെന്ന്. നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ മഹദി പറഞ്ഞു, വാജബൻ, അത്ഭുതം, ഇന്നീ മുൻപ് കഴിഞ്ഞ 30 കൊല്ലമായി അസ്അലുല്ലാഹ തആല, ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കുന്നത്, അന അൽഖാഹു വഅന സായിമ, നോമ്പ് നോറ്റവളായിട്ട് എന്റെ റബ്ബിനെ കാണണമെന്ന് തേടിയവളാണ് ഈ നബീസ. ഇന്നെന്റെ മൗത്ത് വേദനയാണ്, ഇപ്പൊ നിങ്ങളെ ഈ മരുന്ന് കഴിക്കണമെന്നാണോ നിങ്ങൾ എന്നോട് പറയുന്നത്? ഒരിക്കലും എനിക്ക് സാധ്യമല്ലെന്ന് മഹദി നോമ്പ് കുറിച്ചില്ല. ആ നോമ്പോടുകൂടെയാണ് മഹദി ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയത്. എന്ന് മാത്രമല്ല, മഹദി അവർകൾ വഫാത്തായ സ്ഥലത്ത് മറവ് ചെയ്യണം എന്ന് പലരും പറഞ്ഞു.
മഹദി അവർകളുടെ ഭർത്താവ് പറഞ്ഞു മദീനയിൽ കൊണ്ടുപോകണമെന്ന്. ഈജിപ്തിൽ മറവ് ചെയ്യണോ, മദീനത്ത് കൊണ്ടുപോകണോ? മദീനത്തായാൽ അവിടെ ബീവി ഫാത്തിമയുണ്ട്, ഒരുപാട് മഹദിമാരുണ്ട്. നഫീസ ബീവിക്ക് വലിയ മഹത്വം അവിടെ കിട്ടും. വലിയ ചർച്ചയായി, തർക്കമായി. അപ്പോഴാണ് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം നഫീസത്തുൽ മിസ്രിയയെ സ്വപ്നം കാണുന്നു. സുനാത്തങ്ങൾ പറയുന്നു, യാ ഇസ്ഹാഖ് ലാ തുആരിദ് അഹ്ല മിസ്റ ബിന്നി നഫീസ. നഫീസയുടെ കാര്യത്തിൽ മിസ്റുകാരോട് എത്തി കാണിക്കല്ല, അവരെ വിഷമിപ്പിക്കല്ല. നഫീസ മിസ്റിൽ കിടക്കട്ടെ. ഫഇന്ന റഹ്മത തൻസിലു അലൈഹിം ബിബറകതിഹാ. നഫീസ അവിടെ കിടക്കുന്നത് കൊണ്ട് ആ നാടിന് ബറക്കത്ത് ലഭിക്കുമെന്ന് ഉറക്കിൽ വന്ന് കാണിച്ചു കൊടുത്തു അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔലിയാക്കൾ ഒരു നാട്ടിൽ കിടന്നാൽ ആ നാട്ടിൽ അതിന്റെ ബറക്കത്തുണ്ടാവും. അത് ഊതിക്കെടുത്താൻ പാടില്ല. അല്ലാഹുവിന്റെ മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രത്യേകതയാണ്. മഹാനായ സമസ്തയുടെ ആലിമ്യങ്ങളും നമുക്ക് പരിശോധിച്ചു. മഹാനായ ആനക്കര കോഴിക്കോട് മുസ്ലിയാർ നബറല്ലാഹു അർഹമ എങ്ങനെ മഹാനവർകളുടെ അന്ത്യം. താനും തന്റെ ജ്യേഷ്ഠനും കൂടെ 2 ഖബർ കുഴിക്കുന്നു. ഖബർ കുഴിക്കുമ്പോ രണ്ടാളും പറയുന്നു, ഒന്ന് നിങ്ങൾക്ക്, ഒന്ന് എനിക്ക്. ഖബർ കുഴിച്ച അതേ കൊല്ലം ജ്യേഷ്ഠൻ വഫാത്താകുന്നു. അതും കഴിഞ്ഞിട്ട് നീണ്ട 16 കൊല്ലം ഓരോ ദിവസവും രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ കാക്കാക്ക് സലാമും പറഞ്ഞു പോകുന്നു. ഇൻഷാ അല്ലാഹ്, അല്ലാഹു അനുവദിച്ചാൽ ഞാനും വരും നിങ്ങളോട് ചേരാൻ. അങ്ങനെ പറഞ്ഞിട്ട് 16 കൊല്ലങ്ങൾക്ക് ശേഷം മഹാനായ കോഴിക്കോട് ഉസ്താദ് വഫാത്താകുന്നു. തന്റെ വിയർപ്പ് കൊണ്ട് താൻ ചോദിച്ച ഖബറിൽ മഹാനവർകൾ പോയി കിടക്കുന്നു. അല്ലാഹു കൊടുത്തൊരു ഭാഗ്യം. മഹാനായ ശൈഖുനാ കെ.ടി. മാനുമുസ്ലിയ കോഴിക്കോട് കടപ്പുറത്ത് ഒരു ഭാഗത്ത് അറബിക്കടൽ, ഒരു ഭാഗത്ത് പണ്ഡിതക്കടൽ, 2 കടലുകൾ. അന്ന് മഗ്‌രിബ് നമസ്കാരത്തിന് ജനനിബിഡമായി. അന്ന് രാവിലെ മുതൽ ശൈഖുനാക്ക് സുഖമില്ല. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ദീർഘകാലത്തെ ആദ്യമായ മഹാനായ കെ.ടി. ഉസ്താദ്. പലരും പറഞ്ഞു, വിശ്രമിക്കാൻ പറഞ്ഞു. മഹാനവർകൾ പോയില്ല. പോയില്ലെന്ന് മാത്രമല്ല, സമാപന വേദിയിൽ മഹാനവർകൾ കയറി വന്നു. അന്ന് പതിവിന് വിപരീതമായി പല ആലിമ്യങ്ങളും സ്റ്റേജിലേക്ക് വന്നിരുന്നു. പക്ഷേ കെ.ടി. മാനുസ്താദ് വന്നപ്പോൾ ഒരു പുതിയാപ്പിളയെ കൊണ്ടുവരുന്ന ആ ഒരവസ്ഥയിൽ എല്ലാവരും എണീറ്റ് നിന്ന് തക്ബീർ ചൊല്ലി. അതേപോലെ ചെറുശ്ശേരി ഉസ്താദ് വേദിയിലേക്ക് വന്നിരുന്നു. പലരും വന്നിരുന്നു. അവിടെയൊന്നും കാണാത്ത ഒരാവേശത്തോടെ മഹാനായ മാനുസ്യാരെ വേദിയിലേക്ക് കൊണ്ടുവന്നു. ആ വേദിയിൽ ഇരുന്നിട്ട് ഉസ്താദ് നോക്കുന്ന ആ ഒരു നോട്ടം ഇന്നും നമ്മളിങ്ങനെ കാണാൻ. സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്ത് നെറ്റിയിൽ കൈവച്ചുകൊണ്ട് മഹാനവർകൾ വേദിയിലേക്ക് ഇങ്ങനെ നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരുടെയൊക്കെയോ കൈപിടിച്ചിട്ട് മഹാനവർകളെ കൊണ്ടുപോയി. അസുഖം കലശലായി. ആംബുലൻസിൽ വെച്ചുകൊണ്ട് മഹാനവർകൾ തന്റെ മരുമകൻ ഹമീദ് ഫൈസിയുടെ പടിയിൽ തലവെച്ചു. തന്റെ വായിലുണ്ടായിരുന്ന കൃത്രിമ പല്ലെടുത്തിട്ട് പുതിയാപ്പിള മരുമകന്റെ കയ്യിൽ കൊടുത്തു. മോനെ എവിടെ വെച്ചേ, ഇതൊന്നും എനിക്കിനി ആവശ്യമില്ല. നല്ല കലിമ ചൊല്ലിയിട്ട് മഹാനവർകൾ വഫാത്തായി. ആ മരണവാർത്ത കോഴിക്കോട് കടപ്പുറത്ത് പറഞ്ഞപ്പോ സത്യത്തിൽ അല്ലാഹു അവന്റെ ഒരു വലിയന് ജനാദ നിസ്കാരത്തിന് കൊണ്ടുവന്നതുപോലെ ആയിരുന്നില്ലേ ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്. അറബിക്കടലിൽ പോയിട്ട് ഒതുവെടുക്കുമ്പോ അവരുടെ കണ്ണിൽ നിന്നുറ്റിയ വെള്ളത്തിനും അറബിക്കടലിലെ വെള്ളത്തിനും ഒരേ രുചിയായിരുന്നില്ലേ. നമ്മുടെ കെ.ടി. മാനു ഉസ്താദ് പോയി എന്ന് വേദിയിൽ വെച്ചുകൊണ്ട് പറയപ്പെട്ടപ്പോ അവിടെ ഉയർന്നു കേട്ട ഗതഗതം, അവിടെ ഉയർന്നു കേട്ട തഹ്ലീല്, ആ മഹാനുഭാവന് വേണ്ടി നടന്ന നമസ്കാരം, ജനാസ കുളിപ്പിച്ചു കൊണ്ടുവരുന്നത് വരെ അവിടെ മുഴങ്ങി കേട്ട തഹ്ലീലും യാസീനും ദുആവും അല്ലാഹു കൊടുത്ത ഒരു അംഗീകാരമല്ലേ. ഇങ്ങനെ ഓരോരുത്തരെടുത്ത് പരിശോധിച്ചു. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഖുറല്ലാഹു മർഹബ എവിടെയാണ് കിടക്കുന്നത്? കൊണ്ടോട്ടിയിലെ ഖാദിയാനകത്ത് തറവാട്ടിലെ ഉന്നതനായ ആലിമായിരുന്നില്ലേ. കൊണ്ടോട്ടിയിൽ വലിയ തറവാട്ടുകാരാണ്. പക്ഷെ ഉസ്താദ് കിടക്കുന്നത് തന്റെ മുത്തഅല്ലിമീങ്ങളുടെ ചാരത്ത് ചെമ്മാട് ദാറുൽ ഹുദയുടെ മുറ്റത്താണ്. ഓരോ വഖത്തിനും മുത്തഅല്ലിമീങ്ങൾ പോകുമ്പോ ശുക്രവസ്ത്രധാരികളായ മുത്തഅല്ലിമീങ്ങൾ ഉസ്താദിനെ അടുത്ത് നിന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയാത്ത ഒരു വഖത്തുണ്ടോ? അവിടെ സിയാറത്ത് നടക്കാത്ത ഒരു സന്ദർഭമുണ്ടോ? അല്ലാഹു കൊടുത്ത ബഹുമാനമാണ്. മഹാനായ ശൈഖുനയുടെ വിടമറച്ചിലും അതിലേറെ അത്ഭുതപ്പെടുത്തുന്നതാണ്. മഹാനവർകൾ വഫാത്താകുന്ന ആ ഒരു രംഗം. മഹാനവർകൾ ആശുപത്രിയിൽ പോകുന്നു. വ്യാഴാഴ്ച രോഗം വർദ്ധിക്കുന്നു. അന്ന് പോകാൻ പറഞ്ഞു പോയില്ല.
വെള്ളിയാഴ്ച പോകാൻ പറഞ്ഞു. വെള്ളിയാഴ്ച ജുമുഅ കഴിയട്ടെ. മാനവർഗ അവസാനം എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ആശുപത്രിയിൽ പോയി ശനി കഴിഞ്ഞു. ഞായറാഴ്ച രാത്രിയോടടുക്കുമ്പോ മഹാനവർഗൾക്ക് രോഗം വർദ്ധിച്ചതു മുതൽ പലരും മഹാനവർഗങ്ങളുടെ അടുത്ത് വലിയ ശ്രദ്ധ കാണിച്ചു. തിങ്കളാഴ്ച രാവാണ്. അള്ളാഹുവിന്റെ മഹാന്മാർ വല്ലാതെ ഇഷ്ടപ്പെടുന്ന രാത്രികളിൽ ഒരു രാത്രിയാണ്. രാത്രി ഒരു 11 മണി സമയത്ത് തന്റെ ഡ്രൈവറെയും തന്റെ കൂടെ നിഴല് പോലെ നടക്കുന്ന അലവിക്കുട്ടി ഹാജിയെയും മഹാനായ ശേഖനെ വിളിക്കുന്നു. നിങ്ങൾ രണ്ടാളും ഇടിയങ്ങര ശേഖ് പള്ളിയിൽ പോയിട്ടൊന്ന് സിയാറത്ത് ചെയ്തു വരണം. ശൈഖുനയുടെ ഡ്രൈവർ ആ പഴയ അംബാസഡർ കാറെടുത്തിട്ട് കുറച്ച് ഓടിയതിനു ശേഷം വണ്ടി അവിടെ നിർത്തിയിട്ട് പറയുന്നു, എനിക്കെന്തോ ഒരു വിഷമം, ഉസ്താദ് നമ്മളെ വിട്ട് പിരിയുന്നത് പോലെ എനിക്കൊരു തോന്നൽ, എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല. അലവിക്കുട്ടിയാജി പറയുന്നു, നീ മാറിയിരിക്കുക. അദ്ദേഹം വണ്ടി ഓടിക്കുന്നു. സിയാറത്ത് കഴിഞ്ഞു വരുന്നു. മഹാന്മാരുടെ മരണത്തിന്റെ ഒരടയാളമാണ്. മൺമറഞ്ഞു പോയ മഹാന്മാരുമായിട്ടൊരു ബന്ധം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നു പോകുന്നതിന്റെ തൊട്ട് മുമ്പ് ചെയ്ത പണി മദീനത്തെ ജന്നത്തുൽ ബഖിയ ഖബർസ്ഥാൻ സിയാറത്ത് ചെയ്യലായതാണ്. കുറേ സമയം അന്ന് ഖബറാളികളോട് സംസാരിച്ചു. അബൂ മുവൈഹിബ പറയുന്നു, അന്നത്തെ സംസാരം വല്ലാത്ത സംസാരമായിരുന്നു. ഖബറാളികളോട് കുറേ നേരം സംസാരിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ഇങ്ങനെയാണ് മഹാന്മാരുമായിട്ടുള്ള ബന്ധം. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തിനോടനുബന്ധിച്ച് ചെയ്ത പണി ബീബി നഫീസ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ആളവിടുകയാണ്. അതുപോലെ ശൈഖുന സിയാറത്തിന് പറഞ്ഞേച്ചു. അവർ തിരിച്ചു വന്നു. രാത്രിയോടടുക്കുന്നു. തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയം മഹാനവർകൾ തന്നെ യാസീൻ തുടങ്ങുന്നു. മരണമാസന്നമായ ആളുടെ അടുത്ത് വെച്ചുകൊണ്ട് യാസീനോദൽ പ്രത്യേകമായ സുന്നത്താണല്ലോ. ആ യാസീൻ മഹാനവർകൾ തന്നെ തുടങ്ങുന്നു. അലവിക്കുട്ടിയാജി കയ്യിൽ ഇങ്ങനെ തലോട് കൊടുക്കുന്നു, ശരീരം തലോട്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്തെത്തിയപ്പോൾ മഹാനവർകൾ അലവിക്കുട്ടിയാജിയുടെ കയ്യിൽ കയറി പിടിക്കുന്നു. ആജിയാർ നോക്കി, എന്താ ഇവിടെ എത്തിയപ്പോ ഒരു പ്രത്യേകത? ശൈഖുനയുടെ മുഖത്ത് നോക്കിയപ്പോ പിന്നെയും ഓതുകയാണ്, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. 3 തവണ ഓതി. എന്താ കാര്യം? അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, മഹാന്മാരായ ആളുകൾ, ആരിഫീങ്ങൾ, ഔലിയാക്കൾ, അവരുടെ ആത്മാക്കൾ അല്ലാഹുവിനെ സമീപിക്കുമ്പോ അല്ലാഹു അവരോട് ഇങ്ങോട്ട് പറയും, സലാം. റഹ്മാനും റഹീമുമായ റബ്ബിൽ നിന്ന് അവർക്ക് കേൾക്കാൻ കഴിയുന്നത് സലാം സലാം എന്നായിരിക്കും. ആ ആയത്ത് 3 തവണ മഹാനവർകളോട് തുടർന്ന് യാസീൻ പരിപൂർണമാക്കി. കൂടെയുള്ളവരുടെ മുഖത്തൊക്കെ ഒന്ന് നോക്കി. അപ്പൊ അതാ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഉയർന്നു കേൾക്കുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഓരോ ലഫ്ളിനും മറുപടി പറയും. അവസാനം മുഅദ്ദിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ തന്റെ കൈയൊക്കെ നിവർത്തി വെച്ചിട്ട് മഹാനായ ശൈഖുനെ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശൈഖുനയുടെ തൗഹീദ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ ആളുകൾക്ക് അന്ന് ബോധ്യമായി ഇയാളുടെ തൗഹീദ് തെറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല, തിങ്കളാഴ്ച സുബഹി ബാങ്കിന് ജവാബ് കൊടുത്തിട്ട് വിട പറഞ്ഞുപോയി മഹാനവർകൾ. എവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്? വരക്കൽ മഖാമിലാണ്. അതും വലിയൊരു കറാമത്തല്ലേ. വരക്കൽ മഖാം അന്ന് സമസ്തയുടെ കയ്യിലായിരുന്നില്ല. 70-ാം വാർഷികത്തിൽ തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ശൈഖുന പറഞ്ഞു, എന്റെ ഉപ്പാപ്പയും എന്റെ വാപ്പമാരൊക്കെ വരക്കൽ മഖാമിൽ കിടക്കുന്നുണ്ട്, എനിക്കും അവിടെ കിടക്കണം. അള്ളാഹുവിന്റെ ഔലിയായിന് അള്ളാഹ് കൊടുക്കുന്ന ബഹുമാനമാണ്. അന്ന് സമസ്തയുടെ കയ്യിലല്ല വരക്കൽ മഖാം. പിന്നെ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? നോക്കൂ നിങ്ങൾ, മഹാനവർകളുടെ വഫാത്ത് നടക്കുന്നതിന്റെ കുറഞ്ഞ നാളുകൾക്ക് മുന്നേ മഹാന്മാരായ വരക്കൽ സാദാത്യങ്ങൾ നിലവിൽ ജീവിച്ചിരിക്കുന്ന കുടുംബം 80 സെന്റ് സ്ഥലത്തിന്റെ ആധാരവും ആ പള്ളിയും മഖാമും അടുക്കുന്ന സ്ഥലത്തിന്റെ രേഖകളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ ഇതിന് നിങ്ങൾ പരിപാലിക്കണം. ആ പറഞ്ഞ വാക്ക് മുൻകൂട്ടി കണ്ടു മഹാനായ ശൈഖുന. എവിടെയാ കിടക്കുന്നത്? ഇന്ന് വരക്കൽ മഖാമിലാണ്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ
അവരെ അവഗണിച്ചുകൊണ്ട് ഒരടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. അവരെ ഇകഴ്ത്തുന്ന ആളുകളുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിനും നമുക്ക് സാധിക്കില്ല. അതാണ് പരിശുദ്ധ ദീൻ. അത് അല്ലാഹു നമ്മളോട് യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള കാരണമാകും. അത് വളരെ ഗൗരവമുള്ളതാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കി ഇത്തരത്തിലുള്ള ചടങ്ങുകൾ വെള്ളമുണ്ട റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഞാൻ അവരെ മുക്തകണ്ഠം പ്രശംസിക്കുന്നതോടൊപ്പം അല്ലാഹു അവന്റെ മഹാന്മാരുടെ തിരുനോട്ടം നമ്മളിലേക്ക് ഉണ്ടാവാൻ ഒരു കാരണമാക്കി തീർക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.